കുവൈത്തിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 23ആയി. 160 പേർ ചികിത്സയിലുണ്ടെന്നും ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മരിച്ചവരിൽ നിരവധി മലയാളികളുണ്ടെന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ റിപ്പോർട്ട്. ഇതനുസരിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത് 23 പേർ മരിച്ചു, 160 പേർ ആശുപത്രിയിൽ കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ആശുപത്രിയിൽ കഴിയുന്ന 160 പേരിൽ ഏറ്റവും അധികം ആളുകളും കഴിയുന്നത് തീവ്രപരിചരണ വിഭാഗത്തിലാണ്, ICUവിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. മരണസംഖ്യ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വീണ്ടും ഉയർന്നേക്കാം എന്നുള്ളതാണ് ആശങ്ക. മറ്റൊന്ന്, 23 പേർ മരിച്ചതിൽ ഏറ്റവും അധികം പേർ ഇന്ത്യയിൽ നിന്നുമാണ്. അക്കൂട്ടത്തിൽ മലയാളികൾ, നിരവധി മലയാളികളുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെയൊക്കെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പല ആശുപത്രികളിലായി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നതിനാൽ ഇവിടെ പൊതു അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അറിയിപ്പൊന്നും ഇതുവരെ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ വന്നിട്ടില്ല. നാളെ ആയിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇനി പുറത്തു വരാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെയാണ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ 160 പേർ കഴിയുന്നതിൽ നിരവധി മലയാളികളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2-3 ആശുപത്രികളിലായിട്ടാണ് ഇവരൊക്കെ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനിലയും ഇന്ത്യൻ എംബസിയും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചൊക്കെയാണ് ഇക്കാര്യം ഇന്ത്യൻ എംബസി അത് വിലയിരുത്തുകയും ചെയ്യുന്നത്. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആശങ്കയ്ക്ക് വകയുള്ളത് തന്നെയാണ്. കാരണം കൂടുതൽ ആശങ്ക സാധ്യതയുള്ള ഒരു റിപ്പോർട്ടാണ് കുവൈറ്റിൽ നിന്നും ഇപ്പോൾ വരുന്നത്. ഏതാണ്ട് ദുരന്തമുണ്ടായിട്ട് ഞായറാഴ്ചത്തേക്ക് ഒരാഴ്ച തികയാൻ പോകുമ്പോഴാണ്, ആ സാഹചര്യത്തിലാണ് വീണ്ടും മരണസംഖ്യ ഉയർന്നുകൊണ്ട് ഇരിക്കുന്നത്.